നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി മുന്നേറവേ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ചൂടുപിടിപ്പിച്ച വികസന സംവാദത്തിന് കളമൊരുങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള സംവാദത്തിനാണ് സാധ്യത ഏറുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളം കാത്തിരുന്ന ഒരു സംവാദമാണ് നടക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 100-ൽ 90% നടക്കില്ല എന്ന് തന്നെ പറയാം. വാഗ്വാദങ്ങൾക്ക് സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ അടിക്കാനും ഫേസ്ബുക്ക് പോസ്റ്റിൽ മത്സരിക്കാനും തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഒരു പക്ഷേ കഴിയുമെന്ന് പറയേണ്ടി വരും. കാരണം നിയമസഭയ്ക്ക് പുറത്ത് ഘോരഘോരം പ്രസംഗിക്കുന്ന വി.ഡി. സതീശൻ നിയമസഭയ്ക്കകത്ത് കയറുമ്പോൾ പലതും മറന്നുപോയി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ നിയമസഭയിൽ വി.ഡി. സതീശൻ ചോദ്യങ്ങൾ കൊണ്ട് ഈ തീപ്പന്തം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. എന്തായാലും നിയമസഭയ്ക്ക് പുറത്ത് അത്തരമൊരു സംവാദം നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ സിനിമകളിൽ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ സംവാദങ്ങൾ നടക്കുന്നത്. തീർച്ചയായും ഇത്തരം സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ നല്ലതാണെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം ഈ മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ എബിൻ വർക്കിയും കൂടി ചേർന്ന ഒരു സംവാദ പരിപാടി, അത് നല്ല രസമായിരുന്നു. കാരണം ജനങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു. ജനങ്ങൾക്ക് ചോദിക്കേണ്ട പല ചോദ്യങ്ങളായിരുന്നു അബിൻ വർക്കി അന്ന് അവിടെ ചോദിച്ചത്. അതുപോലെയുള്ളൊരു സംവാദ പരിപാടി കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. എന്തായാലും സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കുകയാണ്. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്ന് ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നുമാണ് സതീശൻ പറയുന്നത്. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്ത് വന്നിരുന്നു. LDF റിപ്പോർട്ട് കാർഡ് പങ്കുവച്ച് എന്നാൽ ഇതിൽ സംവാദമാകാം എന്നാണ് മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി. സർക്കാരിന്റെ A+ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇതിൽ സംവാദമാകാമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ സംവാദം വെല്ലുവിളി വളരെ നല്ല കാര്യമാണെന്നും ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം നിയമസഭയാണെന്നും എന്നാൽ അവിടെ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. നിയമസഭയിൽ ചോദിച്ചാൽ മറുപടി കിട്ടുമെന്ന് അറിയാം. എന്നാൽ എന്താണ് സഭയിൽ പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയത്? കേരളത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷം എന്ത് പങ്കാണ് വഹിച്ചത്? കേന്ദ്രം കേരളത്തെ അവഗണിച്ചപ്പോൾ ശബ്ദം ഉയർത്തിയോ? ഇക്കാര്യങ്ങൾക്ക് എല്ലാം മറുപടി ഉണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ പണിതിട്ടില്ലെന്നാണ് സതീശന്റെ അവകാശവാദം. വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ ഈ പദ്ധതികളുടെ കൃത്യമായ കണക്കുകൾ LDF മന്ത്രിമാർ തന്നെ നിയമസഭയിൽ നൽകിയ മറുപടികളിലുണ്ട്. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏത് വേദിയും തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണെന്നും അദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചത്. സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. നുണേഷനാണോ നുണറായി ആണോ കൂടുതൽ യോജിക്കുന്നത് എന്ന് നോക്കാമെന്നും വി.ഡി. സതീശൻ പറയുന്നു. ഭവന പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി യമണ്ടൻ നുണയാണ് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളോട് വെറുതെ ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞെന്നും കരുത്തും ധൈര്യവും ഉണ്ടെങ്കിൽ തന്റെ ഒപ്പം വന്ന് സംവാദം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം പറയുന്നു. ഇരട്ടത്താപ്പിന്റെ മറ്റൊരു പേരാണ് CPIM. ഇരട്ടത്താപ്പാണ് CPIMന്റെ പ്രത്യാശാസ്ത്രം. 10 വർഷം തങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാൻ BJP തയ്യാറാണ്. തന്റെ പൊട്ട മലയാളത്തിൽ സംവാദത്തിന് തയ്യാറാണെന്നും തന്റെ മലയാളത്തിനൊപ്പം വസ്തുതകളും വിവരങ്ങളും സത്യവുമാണ് ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.